കുറച്ച് വെള്ളം തരുക. ആ മതി. മാല, എൻ്റെ മാല എടുത്തു. എടി, നീയല്ലേ എൻ്റെ മാല എടുത്തത്? മര്യാദക്ക് എൻ്റെ മാല തിരിച്ചു തന്നോണം. നിന്റെ കുടുംബത്തിലെ എല്ലാ സ്വഭാവം നീ ഈടിയാർക്കണ്ട. മാല തരാണ്ട് തിരിച്ചു പോകാൻ പറ്റുമെന്ന് നീ വിചാരിക്കണ്ട. ഞാൻ എടുത്തില്ലേ ചേച്ചി. ആ കുട്ടി എടുത്തിട്ടുണ്ടാവില്ല. അത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ മാലയല്ലേ, വാങ്ങിയൊന്നുമില്ലല്ലോ. ഗിഫ്റ്റ് കിട്ടിയതാണെങ്കിൽ എന്താ, സ്വർണ്ണല്ലേ? അത് സാറില്ല, ഞാൻ പുതിയത് വാങ്ങിത്തരാം. എനിക്ക് തോന്നി നീ മെയിൻ സ്വിച്ച് ഓഫ് ആക്കാൻ വന്നതാണ്. ഇതല്ലേ നിന്റെ മാല? നിന്റെ അശ്രദ്ധ കൊണ്ട് ആ ടേബിളിൽ വീണ് കിടക്കുന്നതാ. വെറുതെ ആ കുട്ടീനെ എന്തിനാ ഇങ്ങനെ പറഞ്ഞേ? നിനക്ക് ഇതേപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷെ എനക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ വേറെ ആളെ വീട്ടിൽ TV കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവർ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുമ്പോഴേ ഉണ്ടാകുന്ന വേദന ചില്ലറയൊന്നുമല്ല. അത് പണ്ടാണെങ്കിലും ഇപ്പോൾ ആണെങ്കിലും ഒരു ഗതി ഇല്ലാത്തതുകൊണ്ടല്ലേ ആ കുട്ടിയുടെ വന്നിട്ട് TV കാണുന്നത്. അതെങ്കിലും കണ്ടൂടെ? ഇപ്പം ആ കുട്ടിക്ക് എത്ര വിഷമമായിട്ടുണ്ടാവും. ചെറിയ കുട്ടികളോടൊന്നും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ആ കുട്ടിയോട് വന്നിട്ട് സോറി പറവാ. കുട്ടികളോടൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല മോളെ. കണ്ടോ, ആ കുട്ടി പോയി. എന്തൊരു മോശം ചെയ്ത്, എന്തൊരു നീചതയാ ചെയ്യുന്നേ. നീ ആ TV ഓണാക്ക്. TV എവിടെ? നമ്മളോട് കളി. പിന്നെ അവളെ സ്വർണത്തിന്റെ മാലയോ ഇലക്കി. നീ TV കാണണ്ട.